ക്യാബിനറ്റിന്റെ ആദ്യത്തെ നോട്ട് കണ്ടാൽ അറിയാം, ഈ വരുന്ന പരിപാടികളിൽ സ്വാഭാവികമായിട്ടും എല്ലാ മന്ത്രിമാർക്കും പരാതികളുമായി ജനങ്ങൾ വരും. കാരണം അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഉണ്ട്. ആ പരാതികളും ആ പ്രയാസങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് ലൈഫിൽ വീട് ഞങ്ങൾക്ക് കൂടി കിട്ടണം, ഇപ്പോൾ ലിസ്റ്റിൽ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ലിസ്റ്റിൽ പെട്ടത് വരുന്നില്ല. അതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള നയമാണ്, നമ്മുടെ വിഹിതം നൽകാത്ത സമീപനമാണ്. ഒരാൾ പരാതി പറഞ്ഞാൽ സ്വാഭാവികതയല്ലേ അത്? ആ പരാതി കൊടുക്കാനുള്ള അവസരം ഉണ്ടാകണം. അത് ഗൗരവത്തോടെ കാണും. ആ 30 ദിവസത്തിനകം അത് ജില്ലയിലും 45 ദിവസത്തിനകം സംസ്ഥാനത്തും പ്രോസസ്സ് ചെയ്യും. എന്നിട്ടും തീരാത്തത് ക്യാബിനറ്റ് എടുക്കേണ്ടതുണ്ടെങ്കിൽ ക്യാബിനറ്റ് എടുക്കും. ചട്ടം മാറ്റേണ്ട നിയമസഭാ പ്രശ്നമാണെങ്കിൽ അത് ഞങ്ങൾ നോക്കും. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ആ പരാതികൾ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പരാതികൾ ഇനി വേണ്ടാന്ന് തീരുമാനിക്കല്ലേ ചെയ്ത്. 10ൽ നിന്ന് 20 ആക്കി, 20ൽ നിന്ന് 25 കൗണ്ടർ കൂടുന്നു, ആളുകൾ ബുദ്ധിമുട്ടാത്ത വിധത്തിൽ കൊടുക്കുന്നു. ഓരോ പരാതിക്കും കൃത്യമായി റെസീറ്റ് കൊടുക്കുന്നു. അവരുടെ നമ്പർ പിന്നീട് മൊബൈലിലൂടെ അവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇന്നയാളാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനെന്ന് പറയുന്നു. ഇത്ര ഉത്തരവാദിത്വത്തോടു കൂടി ഏത് ഘട്ടത്തിലാണ് പരാതി സ്വീകരിച്ചിട്ടുള്ളത്? പരാതി സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ ജനവിരുദ്ധമായ നയത്തിനെതിരായി കേരളത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 3.5 കോടി മലയാളിയുടെ ഒരു മുന്നേറ്റത്തിന് വഴിവെക്കുന്നതാണ് ഈ സദസ്സ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.